മരണം ഉയരുന്നു. മരിച്ചവരുടെ എണ്ണം 290 സ്ഥിരീകരണം. 265 മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ പ്രദേശവാസികളും മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ MBBS വിദ്യാർത്ഥികളും. ദുരന്തത്തിന്റെ ആഘാതം നേരിട്ടെത്തി വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. അഹമ്മദാബാദിൽ ഉന്നതതല യോഗത്തിലും പങ്കെടുത്തു. വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അധിക്ഷേപിച്ച കാസർകോട്ടെ ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ നടപടി. ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സസ്പെൻഡ് ചെയ്ത റവന്യൂ മന്ത്രി. യോഗത്തിൽ അനുശോചിച്ച മുഖ്യമന്ത്രി രഞ്ജിതയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് മന്ത്രി വീണ ജോർജ്. ബന്ധുക്കൾ അഹമ്മദാബാദിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അന്വേഷണം ആരംഭിച്ചു. ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് കണ്ടെത്തി. പൈലറ്റിന്റെ അവസാന സന്ദേശം നിർണായകം. വിദഗ്ധ സമിതി രൂപീകരിച്ച വ്യോമയാന മന്ത്രാലയം. 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായോ എന്ന് അന്വേഷിക്കണമെന്ന വിദഗ്ധർ. അന്വേഷണവുമായി സഹകരിക്കാൻ UK, അമേരിക്കൻ ഏജൻസികളും ഇന്ത്യയിലേക്ക്. ഇറാനെതിരെ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണം. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മേധാവിയും ഉന്നത ശാസ്ത്രജ്ഞനും കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ന്യായീകരിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. 100 ഡ്രോണുകൾ ഇസ്രയേലിലേക്ക് അയച്ച് ഇറാൻ സൈന്യം. ആക്രമണത്തിൽ പങ്കില്ലെന്ന് അമേരിക്ക. നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇരു രാജ്യങ്ങളിലും സംഘർഷം ഒഴിവാക്കണമെന്ന് ഇന്ത്യ. ക്രൂഡ് ഓയിൽ വിലയിലും സ്വർണ്ണവിലയിലും വർധനവ്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി വ്യോമഗതാഗത സർവീസുകൾ നിർത്തിവെച്ചു. ആകാശപാത അടച്ച് ഇറാൻ. എയർ ഇന്ത്യയുടെ ലണ്ടൻ, ന്യൂയോർക്ക് വിമാനങ്ങൾ പാതി വഴിയിൽ മടങ്ങുന്നു. നിരവധി വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടു. ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ ബന്ധു ലിവിയ ജോസ് കസ്റ്റഡിയിൽ. പിടിയിലായത് ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോൾ. ലിവിയയെ നാളെ കേരളത്തിൽ എത്തിക്കും.